ഹായ് മക്കളെ, നിങ്ങളുടെ സുഹൽ സാറാണ്. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാത്തമാറ്റിക്സ് 4 എന്ന് പറയുന്ന അല്ലെങ്കിൽ 4th സെമ്മിലെ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിൻ്റെ പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ടോപ്പിക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സെപ്പറബിൾ ഇക്വേഷൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമ്മൾ പല ടൈപ്പ് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ സെപ്പറബിൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ സെപ്പറബിൾ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്നതെന്നും എന്താണ് ഒരു സെപ്പറബിൾ ഇക്വേഷൻ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നന്നായിട്ട് ശ്രദ്ധിച്ചോട്ടോ മക്കളെ. നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെപ്പറബിൾ ആവാനുള്ള കണ്ടീഷൻ നമ്മൾ പറയുകയാണ്. അതായത് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെപ്പറബിൾ ആവണമെങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് വൈ എന്ന രൂപത്തിൽ എഴുതാൻ പറ്റണം. അതായത് അതിലുള്ള വേരിയബിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം മക്കളെ? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. എക്സിലുള്ള ഒരു ഫംഗ്ഷനായിട്ടും വൈയിലുള്ള ഫംഗ്ഷനായിട്ടും നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റണം? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ നമ്മൾ എന്ത് പറയുന്നത്? സെപ്പറബിൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഈ സെപ്പറബിൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ സെപ്പറബിൾ ആണെങ്കിൽ അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തുകൊണ്ട് ആൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ? അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. നോക്കാം, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് സോൾവ് 1 + x dy ഈക്വൽ ടു y dx ഈക്വൽ ടു 0. ഞാൻ ഈ ഒരു ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുകയാണ് ഇവിടെ. എന്താ ഇക്വേഷൻ വരുന്നത്? അതായത് 1 + x dy മൈനസ് y dx ഈക്വൽ ടു 0 ആണ് കിട്ടും. അപ്പോൾ ഇതൊരു സെപ്പറബിൾ ഇക്വേഷൻ ആവണമെങ്കിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഫംഗ്ഷൻ ആയിട്ടും വൈ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കി കേട്ടോ. അപ്പോൾ അതിനെ നമുക്കൊന്ന് മാറ്റി ചെയ്താണെങ്കിൽ ഞാൻ ഡി എക്സിനെ ബൈ ഡി എക്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1 + x dy ഈക്വൽ ടു y dx എന്ന് കിട്ടും. സോ നമുക്ക് dy ബൈ ഡി എക്സ് എന്നാണ് കാണേണ്ടത്. സോ ഡി എക്സിന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു, 1 + x അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നുണ്ടാവുക? dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു y ഇൻറ്റു 1 + x എന്ന് കിട്ടും. 1 + x എന്ന് കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഇത് രണ്ടും ഫംഗ്ഷൻ ആയിട്ടല്ല വരുന്നത് അല്ലേ? y എന്ന് പറയുന്നത് വൈയിലുള്ള ഫംഗ്ഷനാണ്, 1 + x എന്ന് പറയുന്നത് എക്സിലുള്ള ഫംഗ്ഷനാണ്. സോ ഈ ഒരു ഇക്വേഷൻ എന്താണ് മക്കളെ? ഇത് സെപ്പറബിൾ ഇക്വേഷൻ എക്സാമ്പിൾ ആണ്. സോ ദിസ് ഈസ് സെപ്പറബിൾ ഇക്വേഷൻ ആണ്. സോ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെപ്പറബിൾ ആണെന്ന് കിട്ടി. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെപ്പറബിൾ ഇക്വേഷനിലെ ഡി വൈൻ്റെ കൂടെ വൈ ടേമിനെയും ഡി എക്സിൻ്റെ കൂടെ എക്സ് ടേമുകളെയും നമ്മൾ കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതുന്നു. ദാറ്റ് ഈസ്, നോക്കി കേട്ടോ, അതായത് ഡി വൈ ബൈ വൈ ഇങ്ങോട്ടേക്ക് വന്നു, ഡി വൈ ബൈ വൈ എന്നായി. ഡി എക്സ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 + x നമുക്ക് കിട്ടും. ആണല്ലോ, ഈ രൂപത്തിലല്ല നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഇപ്പോൾ എന്ത് നോക്കി, ഡി വൈൻ്റെ കൂടെ വൈ ടേം മാത്രമേ ഉള്ളൂ, ഡി എക്സിൻ്റെ കൂടെ എക്സ് ടേം മാത്രമേ ഉള്ളൂ. സോ രണ്ട് ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് ഭാഗത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. നോക്കിക്കേ, അപ്പോൾ എന്താ വരിക? ഇൻ്റഗ്രൽ ഡി വൈ ബൈ വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ 1 + x എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നോക്കിക്കേ, 1/y ഇൻ്റഗ്രേഷൻ എന്താ മക്കളെ? അത് ln of y ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/1 + x ഇൻ്റഗ്രേഷൻ കാണാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ln of 1 + x ആണ് കിട്ടുന്നുണ്ടാവുക, പ്ലസ് c എന്ന് കിട്ടും. സോ ആ ln മാറ്റാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്ത് നമുക്ക് ഇൻ്റെ എക്സ്പൊണൻഷ്യൽ എടുക്കാം. ദാറ്റ് ഈസ് e പവർ ln of y is equal to e പവർ ln of 1 + x പ്ലസ് c എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് ln of e പവർ y എന്ന് പറഞ്ഞാൽ y ആയിട്ട് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ, ഇവിടെ നിന്ന് നമുക്ക് e പവർ ln of 1 + x ln of 1 + x ഇൻറ്റു e പവർ c എന്ന് കിട്ടും.
ഇ പവർ സി എന്ന് പറയുന്നത് ആക്ച്വലി മറ്റൊരു കോൺസ്റ്റന്റ് ആണ് വരുന്നുണ്ടാവുക. സോ ആ കോൺസ്റ്റന്റ് സി എന്ന് കൊടുക്കാം നമുക്ക്. ആൻഡ് ഇ പവർ എൽ എൻ ഓഫ് 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൽ എന്നും ഇയും ക്യാൻസൽ ചെയ്ത് പൊക്കോളും. ദാറ്റ് ഈസ് വൈ ഇസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? സി ഇൻറ്റു 1+x എന്ന് കിട്ടും. സോ ആ സി എന്ന് ഞാൻ കൊടുത്തത് എങ്ങനെയാണ് മക്കളെ? ഇ പവർ സി എന്നുള്ളതിനെ നമ്മൾ എന്ത് കൊടുത്തത്? ക്യാപിറ്റൽ സി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ രീതിയിലാണ് നമ്മൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് കാണുന്നത്. സോ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ബൈ ഗൈസ്.